പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ പങ്കില്ലെന്ന് TRFന്റെ പുതിയ സന്ദേശം. TRFന്റെ അക്കൗണ്ടിൽ ഇന്ത്യൻ സൈബർ വിഭാഗം നുഴഞ്ഞുകയറിയെന്നാണ് വാദം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്താവന അക്കൗണ്ടിൽ ഇട്ടത് ഇന്ത്യൻ ഏജൻസികളെന്നും TRF ആരോപിച്ചു. തൗഫീഖുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, എന്താണ് ശരിക്കും TRFന്റെ ആരോപണം? പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് തൊട്ട് പിന്നാലെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് TRF തന്നെയാണ് രംഗത്തെത്തിയിരുന്നത്. അതിപ്പോൾ 4 ദിവസത്തിന് ശേഷം TRF ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് പങ്കില്ലെന്നാണ് TRFന്റെ പുതിയ സന്ദേശത്തിൽ പറയുന്നത്. ഈ സൈബർ വിഭാഗം നുഴഞ്ഞു കയറിയാണ് സംഘടനയുടെ വാദം. അതായത് സൈബർ വിഭാഗം തങ്ങളുടെ അക്കൗണ്ടിൽ നുഴഞ്ഞു കയറുകയും ഇത്തരമൊരു പ്രസ്താവന പോസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്നാണ് TRF റിലീസിലൂടെ ഇപ്പോൾ പറയുന്നത്. അക്കൗണ്ടിൽ ഇന്ത്യൻ ഏജൻസികളാണ് നുഴഞ്ഞു കയറിയതെന്നുള്ള ഒരു ആരോപണവും കൂടി TRF പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചതായും രാഷ്ട്രീയ നേട്ടത്തിനായി ഇന്ത്യ അരാജകത്വം സൃഷ്ടിക്കുന്നത് ഇതാദ്യമല്ല എന്നുള്ളൊരു വാദം കൂടി TRF ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്തൊന്നും അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. ഇപ്പോൾ 4 ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് തങ്ങൾ അന്വേഷിക്കുമെന്ന് കൂടി ഈ റിലീസിൽ പറയുന്നുണ്ട്. ശരി, തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്.